സാറിന് 3 മക്കളാണ് അല്ലേ? 2 പെൺമക്കളും ഒരു മകനും, പിന്നെ മകളുടെ ഭർത്താവൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ആദ്യം പെൺമക്കളെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. കുട്ടി, അച്ചാമ്മക്കുട്ടി, ചാണ്ടി കുഞ്ഞ്. നമുക്ക് ക്ഷണിക്കാം ശ്രീ ഉമ്മൻചാണ്ടിയുടെയും ശ്രീമതി മറിയാമ്മ ഉമ്മൻ്റെയും പ്രിയപുത്രിമാർ മറിയ ഉമ്മനും അച്ചു ഉമ്മനും. മറിയ ഉമ്മൻ, അച്ചു ഉമ്മൻ അല്ലേ? അച്ഛൻ്റെ പെറ്റ ആരാണ് ഈ 2 പേരിൽ? അങ്ങനെ ഉണ്ടാവില്ല, ഏതായാലും പറയാൻ പറ്റില്ല, പൊതുവേദിയിൽ പറയാൻ പറ്റില്ല, നിങ്ങൾ അതിൻ്റെ പേരിൽ വഴക്ക് കൂടും. എങ്കിലും ആണല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് പാർഷ്യാലിറ്റി ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല, പൊതുവെ അങ്ങനെ എല്ലാവരും പറയും. ഞങ്ങൾ അത്ഭുതത്തോട് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സാറിൻ്റെ ഈ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെ കുട്ടിക്കാലത്ത് സാറ് ലാളിക്കാറുണ്ടായിരുന്നു, കളിപ്പിക്കുക, അങ്ങനെ കുട്ടികളെങ്ങനെയാണല്ലോ, പ്രത്യേകിച്ചും പെൺകുട്ടികളെ അച്ഛന്മാരാണ് കൂടുതൽ കളിപ്പിക്കാറെന്നൊക്കെ. ഞങ്ങളൊക്കെ അങ്ങനെയാണ്, നമ്മൾ പൊതുവെ അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരുപാട് ടൈമൊന്നും അങ്ങനെ വീട്ടിലിരിക്കാറില്ലല്ലോ. പിന്നെ കുറച്ചുള്ളപ്പം അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് കഥ, ഒരു ഉറുമ്പിൻ്റെ കഥയുണ്ടായിരുന്നു, എല്ലാം നല്ലതിന്. അങ്ങനെ ചെറിയ ചെറിയ 1-2 കഥകളൊക്കെ എപ്പോഴും പറഞ്ഞു തരുമായിരുന്നു. അല്ലാതെ കൂടുതലായിട്ടിരുന്ന് എപ്പോഴും എല്ലാ ദിവസവും വൈകിട്ട് വന്നിട്ട് കളിപ്പിക്കുക അങ്ങനെ ഒരു ഇതൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരിക്കലും വഴക്ക് പറയത്തില്ല, അടിക്കത്തില്ല. മാർക്കൊക്കെ കുറഞ്ഞു വരുമ്പോഴത്തേക്ക് ഞങ്ങൾ അപ്പയുടെ അടുത്ത് കൊണ്ടുപോയി, അമ്മ അറിയാതെ ഒപ്പിട്ട് വാങ്ങിച്ച് കൊണ്ടുപോകും, അമ്മയുടെ അടുത്ത് തന്നെ മാർക്ക് കുറഞ്ഞ് വഴക്ക് കിട്ടും. അങ്ങനത്തെ അതുകൊണ്ട് അപ്പയായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ്. അമ്മയ്ക്കൊരു കുറച്ചൊരു സ്ട്രിക്റ്റ് മുഖമായിരുന്നു. സ്കൂൾ ടീച്ചറോ അപ്പൊ ഭയങ്കര ഓവർ സോഫ്റ്റ് ആയതുകൊണ്ട് സോഫ്റ്റ് ഒക്കെ തന്നെ, പക്ഷേ സ്ട്രിക്റ്റ് ഒന്നുമില്ല, പക്ഷേ ഇത് വിടാൻ പറ്റും 2 പേർക്കും. അപ്പം ഞങ്ങളുടെ ഒരു ഇഷ്ടത്തിനും എതിര് പറയത്തില്ല. അപ്പോൾ പൊതുവേ എന്തെങ്കിലും കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടിക്കാലത്ത് ഡ്രസ്സ് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ സിനിമക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പയോടാണോ പറയുക, അമ്മയോടാണോ പറയുക? ഫിനാൻഷ്യൽ സോഴ്സ് അമ്മയാണ്. ഓ, ധനമന്ത്രി അമ്മയാണെന്ന് സാറ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ അടുത്ത് തന്നെ അത് പറയേണ്ടി വരും. അപ്പോൾ സാറ് പറഞ്ഞ് എപ്പോഴും ആൾക്കൂട്ടത്തിൻ്റെ നടുവിലാണ്, എപ്പോഴും വീട്ടിൽ തിരക്കായിരിക്കും. ഈ ആൾക്കാർ ഇങ്ങനെ വീട്ടിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. രാഷ്ട്രീയമായാലും എന്തായാലും നിങ്ങൾക്കൊരു വീർപ്പൂട്ടിലുണ്ടാവില്ലേ? നിങ്ങളുടെ സ്വകാര്യത, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, കാര്യങ്ങളൊക്കെ നടക്കാതെ പോകുന്നു, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ അതിനെ പറ്റി? അങ്ങനെ പരാതി എന്നല്ല, അപ്പ അങ്ങനെയൊക്കെ ആയിരിക്കുന്നത് കൊണ്ടാണ് അപ്പയ്ക്ക് ഇന്ന് ഈ സ്ഥാനത്തിരിക്കാൻ പറ്റുന്നത്. ഒന്ന്, പിന്നെ ഞങ്ങൾക്കിപ്പോൾ എവിടെ പോയാലും ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന ആ സ്നേഹവും ഒരു ബഹുമാനവും ഒക്കെ അത് ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഈ വീട്ടിൽ വരുന്നതെന്ന് പറയുന്നത് ശരിക്കും സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. അവരുടെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയങ്ങളുമായിട്ടാണ് വീട്ടിൽ വരുന്നത്. അതിലവർക്കൊരു ആശ്വാസം കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമേ ഉള്ളൂ. പക്ഷെ കുഞ്ഞുങ്ങളായിരുന്നപ്പം ശരിയാണ്, സ്കൂളിൽ പോകുന്നതൊക്കെ സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. കാര്യം ഞങ്ങളുടെ ബെഡ്റൂം വരെ ആൾക്കാരുണ്ട്. ഇപ്പോൾ രാവിലെയൊക്കെ സ്കൂൾ ഡ്രസ്സ് എടുത്ത് വെച്ച് മുറിക്കകത്ത് താഴത്തെ മുറിയിലാണെങ്കിൽ കിടന്നില്ലെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. എല്ലാ കുട്ടികൾക്കും ഉണ്ടാവില്ലേ, ഇപ്പോൾ പെൺകുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ചും നല്ല ഇതിലൊരു വസ്ത്രം ധരിച്ച് നടക്കണം. അപ്പോൾ പൊതുവെ ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊതുവേദിയിലോ അല്ലെങ്കിൽ കോളേജിലോ സ്കൂളിലൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അങ്ങനെ സാധിക്കാറുണ്ടോ? പലപ്പോഴും എനിക്ക് തോന്നുന്നു ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട്. ഒരു സാധാരണ കുട്ടികൾക്കാണെങ്കിൽ കിട്ടുന്ന ഒരു ഫ്രീഡം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ, ഉമ്മൻചാണ്ടിയുടെ ദൈവം സഹായിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. വീട്ടിൽ കൊള്ളാവുന്ന ഡ്രസ്സ് ഉണ്ടെങ്കിലല്ലേ അത് ഇടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. വാങ്ങിച്ചു കൊടുത്തിട്ടില്ല, അവർ വേണമെന്ന് പറഞ്ഞിട്ടില്ല. അതിപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അതിശയമായിട്ട് തോന്നും. കൊച്ചുമക്കൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ ഡ്രസ്സുണ്ട്. ഇവരൊരിക്കൽ പോലും ഞാൻ ഓണത്തിൻ്റെ ഡ്രസ്സോ ക്രിസ്മസിൻ്റെ ഡ്രസ്സോ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. കസിൻസൊക്കെ നല്ല ലേറ്റസ്റ്റ് ഫാഷൻ നടക്കുമ്പോൾ ഇപ്പോഴും ഒരിക്കൽ പോലും എന്നോട് എനിക്കത് വേണമെന്ന് വഴക്ക് പിടിച്ച് എനിക്ക് ഓർമ്മയേ ഇല്ല, ചെയ്തിട്ടില്ല. അതിന്റെ പേരിലൊരു വിഷമം തോന്നിയിട്ടുണ്ട് ഞങ്ങൾക്കും അങ്ങനെ ഒരു തോന്നിയിട്ടില്ല. എപ്പോഴെങ്കിലും സാർ എന്തെങ്കിലും ഒരു സമ്മാനം തന്നതായിട്ട്? സമ്മാനം തന്നിട്ടുണ്ടോ? അതെന്തറിയോ, നല്ല രസമുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ ഡൽഹിയിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് കുഞ്ഞ് 3 ഈ നമ്മളെ കണ്ണു വെക്കുന്ന ബ്ലാക്ക് ക്ലോത്ത് ഉണ്ടല്ലോ, കണ്ണു വെക്കുന്ന ഫ്ലൈറ്റ്, അപ്പം അത് 3 എണ്ണം പുള്ളി ബാഗിൽ സംഘടിച്ച് വെച്ചിട്ട് ഡൽഹിയിൽ പോയിട്ട് വന്നപ്പോഴത്തെ പിള്ളേരെ മറിക്കുട്ടി അച്ചു ചാണ്ടിയിലാകുമ്പോൾ ഭയങ്കര സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇതിർത്ത് 3 പേർക്ക് ഓരോന്ന് കൊടുത്ത് നിങ്ങൾ സുഖമായിട്ട് നേരം വെളുത്താലും സൂര്യൻ കാണാതെ സുഖമായിട്ട് ഉറങ്ങാം കൊടുത്തു. അതാണ് കണ്ണാടിയാണ് നിങ്ങൾക്ക് തന്ന സമ്മാനം. അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ അതോ പോയി? ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി തന്നതാണല്ലേ.
എപ്പോഴും ഈ കളിയാക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ മിമിക്രിക്കാർ സാറിനെ അനുകരിക്കാറുണ്ടല്ലോ, ഞങ്ങളൊക്കെ ഒരുപാട് ചിരിക്കാറുണ്ട് അത് കണ്ടിട്ട്. നിങ്ങളുടെ അതിനെക്കുറിച്ചുള്ള ഒരു എൻജോയ് ചെയ്യും. നമുക്കത് കാണുമ്പം അത് ഒരുമാതിരി റിയൽ ആയിട്ട് തോന്നുവാണെങ്കിൽ കറക്റ്റായി എന്ന് എൻജോയ് അല്ല ഒരു ക്രിട്ടിക്കലായി. അപ്പോൾ പറയണ പോലെ തന്നെയാണോ അവർ പറയുന്നത്? ചിലരൊക്കെ, എല്ലാവരും അല്ല, ചിലര് നന്നായിട്ട് ചെയ്യാറുണ്ട്. പൊതുവേ ഈ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് രാഷ്ട്രീയത്തിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതൊരു പരാതിയായിട്ട് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അധ്യാപകരുടെ മക്കൾ അധ്യാപകരാകുന്നു, സിനിമാക്കാരുടെ മക്കൾ സിനിമാക്കാരാകുന്നു, മറ്റ് ഡോക്ടേഴ്സിൻ്റെ മക്കൾ ഡോക്ടേഴ്സ്. പക്ഷേ പൊതുവേ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ മക്കൾ വന്നത് ഒരു കുറ്റം പോലെയാണെന്ന്. അപ്പോൾ ഇപ്പോൾ അച്ചു ആദ്യം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു ഇങ്ങനെ ഒരു ഇതൊക്കെ ആദ്യം കേട്ടിരുന്നു, നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് വേണ്ടാന്ന് വെച്ചു അല്ലേ? ഞാനൊരു 9 വർഷക്കാലത്തോളം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. ആദ്യം കോളേജിൽ, പിന്നെ KSUവിന് വേണ്ടി പൊതുവായിട്ട് പ്രവർത്തനത്തിലുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്വന്തം തീരുമാനത്തിലാണ് ഞാൻ അത് വേണ്ടാന്ന് വെച്ചത്. പക്ഷേ പൊതുവേ പറയുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ മക്കൾക്ക് ഡോക്ടർമാർ വിചാരിച്ച MBBS സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനോ മകൾക്കോ ആ രാഷ്ട്രീയ നേതാവ് ഒരു ഗോഡ് ഫാദർ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അവസരം കൊടുക്കാൻ പറ്റും. അപ്പം ഒരുപാട് ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് മേലെ ആയിരിക്കും ഒരുപക്ഷെ കഴിവ് കുറവുള്ള ഒരാളെ കൊണ്ടുവരുന്നത്. അതായിരിക്കാം ജനങ്ങൾ പൊതുവെ അത് പറയുന്നത്. പക്ഷെ അർഹതയുള്ള നല്ല ആൾക്കാരാണെങ്കിൽ എങ്ങനെയാണെങ്കിലും തന്നെ വന്നിരിക്കും എന്നുള്ളതാണ്. പൊതുവേ നമുക്ക് നോക്കുമ്പോഴേ ഞാൻ പക്ഷേ വേറെ രീതിയിലാണ് അതിൽ കണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാറിൻ്റെ നേതാവ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സോണിയാഗാന്ധി, അദ്ദേഹത്തിൻ്റെ മകള് പ്രിയങ്ക ഗാന്ധി ആദ്യം വരുന്നു എന്നാണ് നമ്മൾ കേട്ടിരുന്നത്. പക്ഷെ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി അരങ്ങൊഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധിക്ക് അവസരം ഒരുക്കി കൊടുത്തു എന്നാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയത് അതിൻ്റെ അകത്ത്. കാരണം അദ്ദേഹം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു തരം സാക്രിഫൈസ്, അതല്ലെങ്കിൽ ഒരു പിൻവാങ്ങലായിരുന്നു അത് നടത്തിയത്. എന്നിട്ട് സോഷ്യൽ പ്രവർത്തനങ്ങളിലും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോയി. ഒരു പക്ഷേ അച്ചു അങ്ങനെ ഒരു തീരുമാനമാണ് എടുത്തത്. പ്രിയങ്ക ഗാന്ധി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. എൻ്റെ തെറ്റിദ്ധാരണ. വളരെയധികം അർഹതയുള്ള ആളാണ് രാഹുൽ ഗാന്ധി, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വന്നത്. എൻ്റെ കാര്യത്തിൽ അല്ല, അർഹതയുടെ പ്രശ്നം വെച്ച് ഞാൻ പറഞ്ഞതല്ല. പക്ഷേ ഈ ചിലപ്പോൾ നമ്മൾ ആഗ്രഹം സാക്രിഫൈസ് ചെയ്യാന്ന് പറയില്ലേ, ആ രീതിയിൽ ഒരുപാട് രീതിയിൽ ആലോചിച്ച് ഞാൻ സ്വയം എടുത്ത തീരുമാനമാണത്. കാര്യം നമ്മൾ എങ്ങനെ തന്നെ ഒരു സ്ഥാനത്ത് വന്നാലും ആക്ഷേപം ഉണ്ടാവും. ഞാൻ KSUവിലായിരുന്ന സമയത്ത് എല്ലാവരും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് പ്രത്യേകിച്ച് ഒരു പോസ്റ്റും ഇല്ലായിരുന്നു. പോസ്റ്റില്ലാതെയാണ് ഞാൻ പ്രവർത്തിച്ചത് മൊത്തം. ഇലക്ഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ പോസ്റ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പയ്ക്കൊരു ചീത്തപ്പേരുണ്ടാവാൻ പാടില്ലല്ലോ. വരണമല്ലേ, എന്നാലും കോറന്തയ്ക്കുള്ളൂ. അപ്പോൾ ഏതായാലും സാറിൻ്റെ മകനും സണ്ണിലോ വന്നിട്ടുണ്ട്, നമുക്ക് അവരെയും കൂടി ഇങ്ങോട്ട് ക്ഷണിക്കാം. സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ. സാറിൻ്റെ പേര് തിരിച്ചിട്ടതല്ലേ, ഉമ്മൻചാണ്ടി എന്നുള്ള തിരിച്ചിട്ട്? നമ്മുടെ സിസ്റ്റം അനുസരിച്ച് ഗ്രാൻഡ് ഫാദറിൻ്റെ പേരായിട്ട് വരും, ഫാദറിൻ്റെ പേര് സെക്കൻഡായിട്ട് വരും. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് ഉമ്മൻ, എൻ്റെ ഫാദറിൻ്റെ പേര് ചാണ്ടി, ഉമ്മൻ ചാണ്ടി. മോന് വന്നപ്പോൾ മോൻ്റെ ഗ്രാൻഡ് ഫാദർ ചാണ്ടി, എൻ്റെ പേര് ഉമ്മൻ, ചാണ്ടി ഉമ്മനായി. ചാണ്ടി ഉമ്മനെ. അപ്പോൾ ഇനി തിരിച്ച് ചാണ്ടി ഉമ്മന് മകനുണ്ടാകുമ്പോൾ വീണ്ടും ഉമ്മൻചാണ്ടി ആവുമ്പോൾ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ല സാർ. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കഥ പെട്ടെന്ന് ഓർമ്മയെന്ന് വെച്ചപ്പോൾ നമ്മുടെ സുഹൃത്ത് കുഞ്ചാക്കോ ബോബൻ ഉണ്ടല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ പേര് ബോബൻ കുഞ്ചാക്കോ എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് കുഞ്ചാക്കോ എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരിക്കലും ഇങ്ങനെ ബോബൻ കുഞ്ചാക്കോനെ കണ്ടപ്പോൾ നിങ്ങൾ എന്തിനാണ് കുഞ്ചാക്കോ ബോബൻ എന്ന് പേരിട്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ മറുപടി അല്ലായിരുന്നു സാർ. അദ്ദേഹം പറഞ്ഞത് എൻ്റെ അപ്പനെ എനിക്ക് എടാന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം കുഞ്ചാക്കോനെ ഇവനെനിക്ക് എടാന്ന് വിളിക്കാമല്ലോ, കുഞ്ചാക്കോ ബോബനെ എടാ കുഞ്ചാക്കോ എന്ന് വിളിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചില ഗുണവും ദോഷവും ഉണ്ട് ഇതിൻ്റെ ഇങ്ങനെ തിരിച്ചിട്ട് എന്നുള്ളൊരു തമാശയായിട്ട്. ഇപ്പം നമ്മൾ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവുള്ളത് സാർ. ഇപ്പോൾ എന്തായാലും അച്ചു രാഷ്ട്രീയത്തിൽ ഇറങ്ങണില്ല, ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിൽ അല്ലേ വരുന്നു. എന്തായാലും ഇപ്പോൾ അവിടെ ഡൽഹിയിൽ പഠിക്കുമ്പോൾ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ചെയർമാനായിരുന്നു അല്ലേ. ഇപ്പോൾ KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഇല്ല, നോൺ പൊളിറ്റിക്കലാണ്. പിന്നെ NSUവിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഡൽഹി സ്റ്റേറ്റ്. പിന്നെ NSUവിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി മെമ്പറായിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഡെലിഗേറ്റ് ആണ് പുതുപ്പള്ളി എന്നുള്ളത്. പക്ഷേ ഐ എം കണ്ടിന്യൂയിങ് മൈ സ്റ്റഡീസ് ഡൽഹി തന്നെ. ഇപ്പോൾ എൻ്റെ MA പർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാറിന് എന്താണ് ഇപ്പോൾ ചാണ്ടി ഉമ്മനെ കുറിച്ച് എല്ലാവരും ഒരു സങ്കല്പം? ഇപ്പോൾ എന്തായാലും രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്ഥാനം? അച്ചു രാഷ്ട്രീയത്തിൽ വരുന്ന സമയത്തും ചാണ്ടി വരുന്ന സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തിലൊന്നും ഞാൻ ഇടപെടത്തില്ല. അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുക്കാം. പക്ഷേ എൻ്റെ ഒരു സപ്പോർട്ട്
മകൻ എന്നുള്ള നിലയിൽ ഉണ്ടാകത്തില്ല, ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും അത് എഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടാനുസരണം അച്ചു കുറച്ച് നാൾ ഈ രംഗത്ത് നിന്നു. അത് കഴിഞ്ഞ് വേണ്ടാന്ന് വെച്ചു. ഞാൻ വേണമെന്ന് വെച്ചപ്പോഴും വേണ്ടാന്ന് വെച്ചപ്പോഴും ഞാൻ അതിനകത്ത് ഇടപെട്ടിട്ടില്ല. ഇപ്പം ചാണ്ടി ഇതിനകത്തൊക്കെ പ്രവർത്തിക്കുന്നു. അപ്പം എൻ്റെ ഒരു പേട്രണേജ് ഉണ്ടാവില്ല. അവർക്ക് സ്വന്തമായിട്ട് എന്താണെന്നുള്ളത് പ്രവർത്തിച്ചു വരുന്നതിന് വിരോധമില്ല. പൊതുവേ ഈ നമ്മൾ ഐക്കൺസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ രാഷ്ട്രീയത്തിലൊന്നും പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും അന്ന് ഞങ്ങളുടെയൊക്കെ ഐക്കണായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ AK ആൻ്റണി, വയലാർ രവി. ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. വയലാർ രവി, VM സുധീരൻ സാറ്, നിങ്ങളെ 4 പേരുടെ പേരാണ് ഞങ്ങളിങ്ങനെ കേട്ടിട്ടുള്ളത്. സത്യത്തിൽ എനിക്കൊന്നും പിന്നെ മറ്റുള്ള പേര് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഈ ഐക്കൺസാണ് ഇപ്പോൾ ഇപ്പോഴും നമ്മുടെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലാണെങ്കിലും ഇപ്പോൾ EMSനൊക്കെ ശേഷം ഇപ്പോൾ പിണറായി വിജയൻ വരെ വന്ന് നിൽക്കുന്ന ഐക്കൺസ് എന്ന് പറയുന്നത്. ഇനി ഒരു പുതിയ തലമുറയിൽ ഞങ്ങൾ അങ്ങനെയുള്ള ഐക്കൺസ് എന്ന് നമുക്ക് തോന്നുന്ന ആൾക്കാരെ കാണുന്നില്ല. ഞങ്ങളൊക്കെ ഈ പൊതുരംഗത്തേക്ക് വരുന്ന സമയത്ത് സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അതിൻ്റെ പൂർണ്ണ പ്രയോജനം കിട്ടിയവരാണ്. വിദ്യാർത്ഥികളിൽ മാത്രമല്ല, പബ്ലിക്കിൻ്റെ ഇടയിൽ പോലും വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ വളരെ ശ്രദ്ധയോടുകൂടി കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു ഘട്ടമുണ്ട്. പക്ഷെ ഇന്ന് അതിൻ്റെ ആ ഗ്ലാമർ അങ്ങ് പോയത് പുതിയ ജനറേഷനിലെ വിദ്യാർത്ഥി നേതാക്കൾക്ക് കഴിവില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, അക്രമ രാഷ്ട്രീയം. അതാണ് ആളുകൾ വെറുക്കുന്നത്. ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന കാലത്ത് വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു സംഘർഷം, ഒരു സംഘട്ടനം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലുണ്ടായിട്ടില്ല. വ്യത്യസ്തമായ പാർട്ടിപ്പെട്ട നേതാക്കന്മാർ വളരെ സൗഹൃദത്തോടു കൂടിയാണ് പെരുമാറുന്നത്. അന്നത്തെയൊക്കെ സൗഹൃദം ഇന്നും ഞങ്ങൾ നിലനിർത്തുന്നുണ്ട്. ഒരു സമരം ആഹ്വാനം ചെയ്താൽ അതിനോട് യോജിപ്പില്ലാത്തവർ വേണേ ഇറങ്ങാതിരിക്കും, അല്ലാതെ എതിർക്കുകയോ അതിനെ ഇതോ ഒന്നും ചെയ്യത്തില്ല. വളരെ സൗഹൃദമായിട്ടായിരുന്നു കലാലയങ്ങളിൽ വിദ്യാർത്ഥി നേതാക്കന്മാർ തമ്മിൽ, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ തമ്മിലുണ്ടായിരുന്നത്. ഇന്നത് മാറി, ഒരു അക്രമ രാഷ്ട്രീയമാണ്. അപ്പോൾ ഈ അക്രമ രാഷ്ട്രീയം വന്നതോടുകൂടി ഇതിനകത്ത് ഏറ്റവും നല്ല എലിമെൻസ് ആയിട്ടുള്ള സ്റ്റുഡൻസൊക്കെ പൊളിറ്റിക്സ് നിൽക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. അവർ മറ്റോരോ മേഖലകളിലേക്ക് മാറി. അത് നമുക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു നഷ്ടമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം കലാലയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും അധികം ആസ്വദിക്കേണ്ട ഒരു സമയമാണ്. അത് ഈ സംഘർഷത്തിലും സംഘട്ടനത്തിലും കേസിലും ഈ ടെൻഷനും ഒക്കെ ആയിട്ട് കളയുക എന്ന് പറയുന്നത് വളരെ നിർഭാഗ്യകരവും വേദനാജനകവുമാണ്. നമുക്കൊരു ക്ലിപ്പിംഗ് കൂടി ഉണ്ട് സാർ, അത് കണ്ടിട്ട് തിരിച്ചു വരാം. ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയെ കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെ കാലമായി സാമാന്യം അടുത്തറിയാവുന്ന ഒരാളാണ് ഞാൻ. ഉമ്മൻചാണ്ടിക്ക് ഇപ്പോൾ കൈവന്നിരിക്കുന്ന സൗഭാഗ്യം എന്ന് ഞാൻ കരുതുന്നത് പല മുൻഗാമികളുടെയും നന്മകൾ ഏകത്ര തന്നിൽ സംയോജിപ്പിക്കുന്നതായി പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രിയെ മാത്രമേ കാണുന്നുള്ളൂ, മറ്റു മന്ത്രിമാരെ കാണുന്നില്ല എന്ന്. അതൊരു അർത്ഥസത്യം മാത്രമാണ്. മുഖ്യമന്ത്രിക്ക് കൂടുതൽ ദർശനീയത, വിസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് അദ്ദേഹം മനഃപൂർവ്വം മറ്റു മന്ത്രിമാരെ ചെറുതാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടല്ല. കുഞ്ഞാലിക്കുട്ടിയെയും KM മാണിയെയും പോലെയുള്ള പ്രഗത്ഭമതികളായ ആളുകൾ ക്യാബിനറ്റിലുണ്ടായെങ്കിൽ പോലും, ആര്യാടനെ പോലെയുള്ള ആളുകൾ സ്വന്തം മന്ത്രിസഭയിൽ തന്നെ ഉണ്ടെങ്കിൽ പോലും, ഇത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ് എന്ന് ജനങ്ങൾക്ക് തോന്നുന്നത് അവരുടെ കൂടെ സഹകരണം ഉറപ്പുവരുത്താൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞതുകൊണ്ടാണ്. ഈ 2 വോട്ടിൻ്റെ ബലത്തിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ടല്ല, കേരളം മുഴുവൻ്റെയും ജീവനുള്ള മുഖ്യമന്ത്രിയായിട്ടാണ് ഉമ്മൻചാണ്ടി കാണപ്പെടുന്നത്. അദ്ദേഹത്തിന് സർവശക്തൻ ആയുസ്സും ആരോഗ്യവും വിവേകവും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ഈ കാലയളവ് പൂർത്തിയാക്കുന്നതോടുകൂടെ കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതപ്പെടുമെന്ന് വിചാരിക്കുന്നു. അച്യുതമേനോൻ്റെ പിൻഗാമിയായിട്ടാണ് ഞാൻ ഈ കാര്യത്തിൽ ഉമ്മൻചാണ്ടിയെ കാണുന്നത്. നന്മ വരട്ടെ എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഇപ്പോൾ ഒരു തമാശക്ക് പറയുമ്പോൾ നമ്മളൊരു പ്രയോഗം തന്നെയാണ്. ഇപ്പോൾ
സിനിമയിൽ കയറുക അല്ലെങ്കിൽ ഉദ്യോഗത്തിൽ കയറുക എന്ന് പറയാം, പക്ഷേ രാഷ്ട്രീയത്തിൽ ഇറങ്ങാമെന്ന് പറയാം. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് എന്തോ ഒരു കുഴപ്പമായിട്ടാണ് പൊതുവെ ആൾക്കാർ കാണുന്നത്. അല്ല, മറ്റെല്ലാതും കയറാമെന്ന് നമ്മൾ പറയും, ഞങ്ങളൊക്കെ സിനിമയിൽ കയറാമെന്നല്ലേ പറയും. അപ്പോൾ അങ്ങനൊരു പൊതുവെ ഒരു രാഷ്ട്രീയത്തിനെ കുറിച്ചൊരു മോശം ഇമേജുള്ളൊരു സമയത്ത് ശ്രീ ചാണ്ടി ഉമ്മൻ ഈ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇമേജ് മാറ്റാൻ തീർച്ചയായിട്ടും പുതിയ തലമുറ എന്നുള്ള രീതിയിലും പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ മകൻ അതല്ലെങ്കിൽ ഒരു ക്ലീൻ ഇമേജുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ എന്നുള്ള രീതിയിൽ ഒരു ഉത്തരവാദിത്വമില്ലേ? പക്ഷേ ഇപ്പം തന്നെ യൂത്ത് കോൺഗ്രസും NSU ആയും ഒത്തിരിയേറെ ശ്രമങ്ങൾ പൊളിറ്റിക്സ് ക്ലീൻ ആക്കാൻ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പം രാഹുൽ ഗാന്ധി ഞങ്ങളുടെ ഇൻചാർജായി വന്നതിന് ശേഷം NSU ആയാലും യൂത്ത് കോൺഗ്രസിൽ നിന്ന് തിരഞ്ഞെടുപ്പ് നടക്കുക. ആർക്ക് വേണേൽ മെമ്പറാവും, ഏതൊരു വ്യക്തിക്ക് വേണേൽ മെമ്പർഷിപ്പ് എടുക്കാം. പക്ഷേ മെമ്പർഷിപ്പ് എടുത്ത് മത്സരിക്കണമെങ്കിൽ ക്ലീൻ ഇമേജ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ട്രാക്ക് റെക്കോർഡ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ക്ലീൻ ആയിട്ടൊരു പൊളിറ്റിക്സ് ഇന്ന് NSUയും യൂത്ത് കോൺഗ്രസും അല്ലെങ്കിൽ KSU യൂത്ത് കോൺഗ്രസും ഇന്ന് എൻകറേജ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ. തീർച്ചയായിട്ടും ആ ഒരു തരത്തിലേക്ക് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മാത്രമല്ല കേരളത്തിൽ അത്രയും ഒരു ക്രിമിനൽ പൊളിറ്റിക്സ് ഉണ്ടെന്ന് തോന്നുന്നില്ല. കേരളത്തിലെ പൊളിറ്റിക്സ് ബാക്കിയുള്ള സ്റ്റേറ്റ്സുമായിട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായിട്ടൊരു പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സ് രംഗത്ത് കോളേജുകളിൽ അക്രമം നടക്കും. അതും കൂടെ അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ലൊരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ നമ്മുടെ ക്യാമ്പസുകളിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. കുറച്ച് പേഴ്സണൽ കാര്യങ്ങളിലേക്ക് വരാം. അല്ലേ, ഈ സണ്ണിൽഹനെ അങ്ങനെ പരിചയപ്പെട്ടില്ല. ദുബായിൽ വർക്ക് ചെയ്യല്ലേ? ദുബായിൽ നമുക്കൊരു ബിസിനസ്സുണ്ട്, കെമിക്കൽസിൽ ട്രേഡിംഗ്. ഞാൻ പഠിച്ചു വളർന്നത് ദുബായിൽ തന്നെയാണ്. ദുബായിൽ തന്നെയാണ്. പിന്നെ എഞ്ചിനീയറിംഗ് ചെന്നൈയിലും മദ്രാസിൽ പഠിച്ചു. ഫാദറിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? എങ്ങനെയാണ്? അതൊരു തമാശയുണ്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, ഫാദർ UDF ആണോ LDF ആണോ? കല്യാണം കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് ആണെന്ന് അറിയാം, പക്ഷെ UDF ആണോ LDF ആണോന്ന് അറിയില്ല. അത് നല്ല തമാശയാണ്. അല്ല, അത് ഒരു കണക്കിന് നന്നായി സാർ. കാരണം എന്താ പറയുക, രാഷ്ട്രീയത്തിൽ ഇടപെടുക, മക്കൾ ഇടപെടുക, മരുമക്കൾ ഇടപെടുക എന്നുള്ള ഒരു ആക്ഷേപം ഇനി ഉണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം അദ്ദേഹത്തിന് അതിനോട് താല്പര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ചാൽ നന്നായി, വേറെ ആരോടെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ അതെ മോശമായി പോയത്. സാറിൻ്റെ ഗ്രാൻഡ് ചിൽഡ്രനോട് എങ്ങനെയാണ് അവരായിട്ടുള്ള അവരെയൊക്കെ ലാളിക്കാൻ, ഈ പറഞ്ഞൊരു മക്കളെ ലാളിക്കാൻ സാറിന് സമയം കിട്ടിയിട്ടില്ല അധികം. ഇപ്പം ഞാൻ അത് കണ്ടു. കാരണം ഇപ്പോൾ ഈ പ്രോഗ്രാം തുടങ്ങാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സാറ് ഈ മക്കൾ രണ്ടുപേരും സാറിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു, സാറ് രണ്ടുപേരും എടുത്ത് ഉമ്മ വയ്ക്കുന്നത് ഞാൻ കണ്ടു. അതൊരു നല്ലൊരു അപൂർവ നിമിഷമായിട്ട് തോന്നി. സാറിന് ഒരു മുത്തച്ഛൻ്റെ വാത്സല്യം. പിള്ളേരെ പക്ഷേ മക്കളെക്കാളൊരു ഗ്രാൻഡ് ചിൽഡ്രനോടൊരു പ്രത്യേകത വരുമല്ലോ. ഞങ്ങളൊന്നും എടുത്ത് കാണത്തില്ല, ഞങ്ങളൊന്നും എടുത്തിട്ടില്ല, ഞങ്ങളുടെ PTA വന്നിട്ടില്ല, ഒന്നുമില്ല. അമ്മയാണിത് മൊത്തം നിർവഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവരുടെ കാര്യങ്ങൾക്ക് വളരെ ശ്രദ്ധയുണ്ട്. മോൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മോൻ വീട്ടിലുള്ളതുകൊണ്ട് എപ്പോഴും. കുഞ്ഞിലെ ചാണ്ടിക്ക് അപ്പയെ കണ്ടാൽ ഭയങ്കര പേടിയായിരുന്നു. കാര്യം വല്ലപ്പോഴും കാണുന്ന ഒരാളാണ്, വരും പോകും. ഒരു ബന്ദിൻ്റെ ദിവസം, കോൺഗ്രസ് ആഹ്വാനം ചെയ്തൊരു ബന്ദിൻ്റെ ദിവസം ഒരു മുഴുവൻ ദിവസം വീട്ടിലിരുന്നപ്പോഴാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത്. കോൺഗ്രസിൻ്റെ ബന്ധമായിട്ട് വീട്ടിലിരിക്കേണ്ടത്. അതെ, ശരിയാ. ഓക്കെ, പരിചയപ്പെടണം. അത് കൊള്ളാം സാർ. അപ്പോൾ എനിക്ക് കൂട്ടത്തിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരും കൂടി, കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് യാത്ര പോകണം, ഒരു സ്വപ്നയാത്ര. സാർ ഇപ്പോൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്, പക്ഷേ അത് ഒഫീഷ്യലായിട്ടായിരിക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങൾക്കായിരിക്കാം. പക്ഷേ കുടുംബത്തിൻ്റെ കൂടെ ഒരു 4-5 ദിവസം എവിടേക്കെങ്കിലും ഒന്ന് പോകാം എന്ന് ഒരു സജഷൻ ഇവർ എങ്ങാനും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ എല്ലാ തിരക്കും മാറ്റി വെച്ച് കുടുംബത്തിന് വേണ്ടി അങ്ങനെ ഒരു യാത്ര പോവുകയാണെങ്കിൽ സാർ ഏത് സ്ഥലത്തേക്കായിരിക്കും? പുതുപ്പള്ളിക്ക്. പക്ഷെ അവിടെ സ്വപ്നയാത്ര ഉണ്ടാവില്ല. ഞങ്ങളുടെ സ്വപ്നയാത്ര ഫോണും തിരക്കും ഇല്ലാത്ത ഒരു ദിവസം മാത്രമാണ് ഞങ്ങളുടെ സ്വപ്നം. അതാണ് നിങ്ങളുടെ സ്വപ്നം. സ്വപ്നം പുതുപ്പള്ളിയാണ്. അപ്പോൾ പുതുപ്പള്ളി മുതൽ പുതുപ്പള്ളി വരെ യാത്രകൾ. ഗ്രാൻഡ് ചിൽഡ്രനൊക്കെ വരുന്നതായിരുന്നു സാർ. ഇവരെയൊക്കെ കളിപ്പിച്ചൊരു വിശ്രമ ജീവിതത്തെക്കുറിച്ച് സാർ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഒരു ഏകാന്തത ഇഷ്ടപ്പെടുന്നില്ല. കാരണം എപ്പോഴും ആളുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കാനാണ് എനിക്കെപ്പോഴും ഇഷ്ടമുള്ള കാര്യം. അതൊരു ഒരു 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 ബുദ്ധിമുട്ടായിട്ടോ ഒന്നും ഞാൻ കാണത്തില്ല. ഇപ്പം ടെലിഫോൺ ആ സമയത്ത് വരുന്ന ഫോൺ ഞാനെടുക്കും. ചിലപ്പം അപ്രധാനമായ കാര്യമായിരിക്കും പറയുന്നത്. എന്നാലും ഈ വിളിക്കുന്നയാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. അദ്ദേഹം അതിന്
ആ ഒരു കോള് വിളിക്കുന്നതിനുള്ള പൈസ പോലും പുള്ളി ബുദ്ധിമുട്ടിയായിരിക്കും പിന്നെ എടുക്കുന്നത്. അപ്പോൾ നമ്മളതിനകത്ത് ഒരു അസ്വസ്ഥത ഒരിക്കലും പ്രകടിപ്പിക്കാറില്ല. പിന്നെ കാണാൻ വരുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും ഒരു വലിയ പ്രതീക്ഷയായിട്ടാണ് വരുന്നത്. അപ്പോൾ അവരുടെ കാര്യം സാധിക്കുന്നില്ലേ പോലും അവരോട് ഒരു നല്ല രീതിയിൽ സംസാരിച്ച് അവരെ ഒന്ന് തൃപ്തിപ്പെടുത്തി ഒന്ന് വിടാനായിട്ട് ശ്രമിക്കും. ചിലരൊക്കെ പണം കടം മേടിച്ചും പണയം വെച്ചുമൊക്കെ ദൂരെ എന്നൊക്കെ വരുന്ന ആൾക്കാർ ഉണ്ട്. അപ്പം ഞാനൊരിക്കലും അതൊരു ശല്യമായിട്ടോ ഒരു അസ്വസ്ഥയായിട്ടോ വരത്തില്ല. നമുക്ക് ആകെ വരുന്ന ഒരു ബുദ്ധിമുട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിന് പോകാൻ നേരത്ത് അത് വരും. നമ്മൾ അവിടെ താമസിച്ചാൽ വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ അസംബ്ലിയിൽ ആ സമയത്ത് നമ്മളവിടെ ചെന്നേ പറ്റൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേറൊരു സമയം കാണത്തക്ക വിധത്തിലൊക്കെ പറഞ്ഞ് പോരേണ്ടി വരും. അതിപ്പോഴും എനിക്കന്നേരം വിഷമമാണ്, അവരെ കാണാൻ പറ്റിയില്ലല്ലോ, അവരോട് പറയാൻ പറ്റിയില്ലല്ലോ എന്നൊരു കുറ്റബോധമാണ് എൻ്റെ മനസ്സിലുള്ളത്. ക്ലിപ്പിങ്സ് നമുക്കിവിടെ കാണാം. ഉമ്മൻചാണ്ടിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കഠിനമായ പ്രയത്നശേഷിയുണ്ട്. അതികഠിനമായ ജോലി ചെയ്യാനും യാതൊരു മടിയുമില്ലാതെ എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും നിരന്തരമായി ജനങ്ങളുമായി ഇടപെട്ട് പ്രയത്നിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമത്തിനുള്ള ആ ഒരു വലിയ ശേഷി, സാധാരണക്കാർക്ക് കാണാൻ സാധിക്കാത്ത ആ ഒരു വലിയ ശേഷി, ക്ഷമ, അതിനുള്ള ഒരു ആർജവം, കരുത്ത്, ഇതൊക്കെ അത്ഭുതത്തോടെ ഞങ്ങൾ നോക്കിക്കാണാറുണ്ട്. ഈ ജനപ്രിയ നേതാവിന് ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. അതിനു മുമ്പ് എനിക്ക് അദ്ദേഹം ഇപ്പോൾ ചെയ്തു തന്ന ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് നന്ദി പറയാനുണ്ട്. മലയാളം ഒന്നാം ഭാഷയാക്കണമെന്നും മലയാളത്തിന് അർഹമായ സ്ഥാനം നൽകണമെന്നും എത്രയോ വർഷങ്ങളായി ഞങ്ങൾ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് സാധിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണെന്നുള്ളതിൽ ഞങ്ങൾക്ക് പ്രത്യേക സന്തോഷമുണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, അക്രമങ്ങൾക്ക്, ലൈംഗികാതിക്രമങ്ങൾക്ക്, ചൂഷണത്തിന് ഇരയാകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു സംരക്ഷണ സഹായ പരിപാടി, ഇതിൻ്റെ ഒരു പ്രതിരോധ പരിപാടി, ഈ അക്രമങ്ങൾക്കുള്ള ഒരു പ്രതിരോധ പരിപാടി, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് നിർഭയ. അതിന് ഉമ്മൻചാണ്ടി കൊടുക്കുന്ന നേതൃത്വം അത്യന്തം ശ്ലാഘനീയമാണ്. നന്നായി വരട്ടെ എന്ന് ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു പൊതുപ്രവർത്തകനല്ലായിരുന്നെങ്കിൽ സാർ ആരാകുമായിരുന്നു? സാർ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ കണക്കിനായിരുന്നു എനിക്ക് നല്ല മാർക്കുമൊക്കെ കിട്ടുന്നത്. അപ്പം വീട്ടിൽ എന്നെ ഒരു എൻജിനീയറായിട്ട് വിടണം എന്നൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനങ്ങ് ചെറുപ്പം മുതലേ പൊതുപ്രവർത്തനത്തിൽ വന്ന് വീട്ടുകാർക്ക് മറ്റാഗ്രഹം ഉണ്ടെങ്കിലും ഞാനിങ്ങനെ പ്രവർത്തനമായിട്ട് വന്ന് ഇടയ്ക്ക് വെച്ച് എനിക്ക് ഈ പൊതുപ്രവർത്തനത്തിന് പോയതിൻ്റെ പേരിൽ എനിക്ക് അഡ്മിഷൻ നിഷേധിച്ചു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കോട്ടയം വിട്ട് അന്ന് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അഡ്മിഷൻ കിട്ടാതെ വന്ന സമയത്ത് ആ അവസരം ഉപയോഗിച്ച് എന്നെ എൻജിനീയറിംഗ് കോളേജിൽ അഡ്മിറ്റ് കൊടുക്കാനായിട്ടൊരു ശ്രമം വീട്ടിൽ നടത്തി. അപ്പോൾ അതെൻ്റെ ഒരു അങ്കിള് ആണ് കോതമംഗലം കോളേജിലെ അന്നത്തെ പ്രിൻസിപ്പൾ. അദ്ദേഹത്തോട് പറയുകയും അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്കങ്ങോട്ട് ഞാനും ഒരു ആകെ ഒന്ന് പതറി. കാരണം പ്രതീക്ഷിക്കാത്ത വിധത്തിൽ വന്ന ഒരിത്, ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അഡ്മിഷൻ കിട്ടുന്നില്ല എന്നൊക്കെ. പക്ഷേ അവസാനമായിട്ട് SP കോളേജിൽ ചേരണം എന്ന് തീരുമാനിച്ച് അങ്ങനെ അങ്ങ് മാറി. പിന്നെ വേറെ ഇതൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ സാറിനെ കുറിച്ച് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിപക്ഷം എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ ആക്ഷേപം രാഷ്ട്രീയത്തിലുണ്ടാവുമല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും ഭാര്യ എന്നുള്ള രീതിയിൽ ഒരു വേദന തോന്നിയിട്ടുണ്ടോ? അയ്യോ, അത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അവർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനപ്രയാസം ഉണ്ടായിട്ടുണ്ടോ ചേച്ചിക്ക്? അങ്ങനെ ഓർക്കാൻ ഉണ്ടായിട്ടുണ്ട്. സത്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമം. കാരണം വെച്ചാൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വഴി മൊത്തം എൻ്റെ കയ്യിലാണല്ലോ.
അപ്പം അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കി അമൃത എക്സ്പ്രസ്. അമൃത എക്സ്പ്രസ് വലിയ വിഷമമുണ്ടാക്കി, വിഷമമുണ്ടാക്കിയില്ല. ഭയങ്കര വിഷമമുണ്ടാക്കി. മാസങ്ങളോളം വിഷമിച്ച്. അതിനുശേഷം അമ്മ മുല്ലപ്പൂ ചൂടുന്നത് നിർത്തി. അത് മുല്ലപ്പൂ ചൂടായിരുന്നു. സെറ്റ് മുണ്ടും മുല്ലപ്പൂവും ചൂടും. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് സെറ്റ് മുണ്ടും മുല്ലപ്പൂവും ചൂടുന്നത്. അന്ന് അങ്ങനെയാണ് പോയത്. അതിനുശേഷം പിന്നെ മുല്ലപ്പൂ ചൂടില്ലായിരുന്നു. അങ്ങ് സെറ്റ് മുണ്ട് എടുത്ത് പുറത്ത് പിന്നെ പോകാൻ പേടിയാണ്. പോയിട്ടില്ല. ഇതാണല്ലോ ഒന്ന് ഇങ്ങനെ വെച്ചോണ്ടായെന്ന് വെച്ചു. അങ്ങനെ സെറ്റ് മുണ്ട് കൊടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി വന്നപ്പോഴായി സംശയം. ഇന്റർനാഷണൽ വിമൻസിലേക്ക് പോയതാ. അല്ല, അതൊരു ആരോപണം. ഞങ്ങളൊക്കെ അത് ഇങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു ഇതായിരുന്നു. സാറിനെ കുറിച്ച് നമ്മൾ അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇപ്പം അതെനിക്ക് ദുഃഖമുണ്ടായ ഒരുപാട് കാര്യമുണ്ട്. ഒരു പൊതുപ്രവർത്തനെക്കുറിച്ച് ഒരാക്ഷേപം ഉന്നയിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ പാസ്റ്റ് ട്രാക്ക് റെക്കോർഡ് നമുക്ക് നോക്കണ്ടേ. ഉമ്മൻചാണ്ടി വ്യക്തി ഇതുവരെ ഒരു പെൺവേഷത്തിനൊന്നും ആരും ഒരിക്കലും പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ അമൃത എക്സ്പ്രസ്സിൽ 3-4 പേരിരിക്കുന്ന കമ്പാർട്ട്മെൻറ്റിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടെ, അല്ലെങ്കിൽ വേറെ സ്ത്രീ ആയപ്പോലും എന്തായാലും നടക്കുന്നത് കൂപ്പയല്ല. പിന്നെ ഞങ്ങളത് പോലീസെ വിളിക്കാനാണ് ഏറ്റവും വലിയ തെറ്റായിപ്പോയി ഇന്നും. പക്ഷെ അവരാരും ഇന്നും ഒരു ഹൃദയത്തിൽ വേദനയുടെ കറുപ്പുണ്ട്. കാരണം വെച്ചാൽ അവരാരും പിന്നെ ഒന്ന് സോറി പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് തെറ്റിപ്പോയി എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. പിന്നെ പക്ഷേ കുഞ്ഞൊന്ന് ഇത് പ്രസ് കോൺഫറൻസ് നടത്തിയുണ്ട്, അത് അവർ അക്സെപ്റ്റ് ചെയ്തു, അത്രയും ചെയ്തു. എൻ്റെ ഞാൻ ടി എ പോയത് കുഞ്ഞെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയത്. എനിക്ക് രാത്രി തൃശ്ശൂർ ഇൻ്റർനാഷണൽ വിമൻസ് ഡേക്ക് ഡിസ്ട്രിക്ട് കളക്ടറെ പങ്കെടുത്ത ഓപ്പൺ പബ്ലിക് മീറ്റിംഗ് അതിന് പോയതാണ്. രാഷ്ട്രീയക്കാർക്ക് മാത്രമുള്ളൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇത്തരം ആരോപണങ്ങൾ ചിലപ്പോഴെങ്കിലും നമുക്ക് കേട്ടാലും പ്രതികരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഇതൊരു വലിയ പെൺവിഷം വരുമ്പോൾ ഇതെല്ലാവരും വളരെ വിഷമിച്ച് പോകുന്നില്ല. അത് സ്വന്തം ഭാര്യ. അപ്പോൾ എനിക്ക് വേണ്ട വിഷമം വെച്ചാൽ എന്നെ ഒരു പന്ന പെണ്ണായിട്ട് ചിത്രീകരിച്ചാൽ അത് വേറെ വിഷമം. കുഞ്ഞിൻ്റെ വിഷയം കൂടെ എനിക്കൊരു വിഷയമുണ്ട്. എന്നെ ഒരു പന്ന സ്ത്രീയായിട്ട് ചിത്രീകരിച്ചു. അതും ഏറ്റവും വലിയതെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ പേരിലാണ്, സെറ്റ് മുണ്ടും മുല്ലപ്പൂവും ചൂടേൻ്റെ പേരിലാണ് ഈ ആരോപണം കിട്ടുന്നത്. എങ്കിലും എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് പിന്നീട് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ സാർ? ഞാൻ ആദ്യം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഈ ഓൺലൈൻ ലോട്ടറി ഒക്കെ ആയിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു നാശമായിട്ട്. ആ സമയത്താണ് കർണാടകത്തിലൊരു IAS ഓഫീസർ ഇതിനകത്ത് ചെന്ന് പെട്ട് ആത്മഹത്യ ചെയ്ത സംഭവം. അപ്പോൾ ഇവിടെ പല ആളുകളും പിന്നെ ജോലി നഷ്ടപ്പെടുന്നു, ആത്മഹത്യ ചെയ്യുന്നു, വിദ്യാഭ്യാസം നിൽക്കുന്നു. കാരണം വീട്ടിൽ നിന്ന് രാവിലെ കോളേജിൽ പോകാനായിട്ട് വരും, എന്നിട്ട് ഇവിടെ നിന്നുകൊണ്ട് ഇതിങ്ങനെ പൈസ എറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ കർശനമായിട്ടുള്ള ചില നടപടികളെടുത്തു. അപ്പോൾ ഇതിനെതിരെ ഇവർ സുപ്രീം കോടതി ഒരു തീരുമാനം എടുത്തു, ഗവൺമെൻറ്റിനെതിരായിട്ടൊരു തീരുമാനം. അപ്പോൾ ആ തീരുമാനം നടപ്പിലാക്കാൻ പറ്റുകയില്ല എന്നൊരു സ്റ്റാൻഡ് ഞാൻ എടുത്തു. കാരണം എടുത്താൽ ഇവരുടെ ഈ മാഫിയക്ക് കീഴടങ്ങാം. സുപ്രീം കോടതി അത് വളരെ സീരിയസ് ആയിട്ടെടുത്ത് ചീഫ് സെക്രട്ടറിയെയും DGPയെയും വിളിച്ചു വരുത്തി. അവിടെ വിളിച്ചു വരുത്തിയേച്ച് പറഞ്ഞു, നിങ്ങൾ ജയിലിലോട്ട് പോകുന്നോ അതോ കോടതിയുടെ തീരുമാനം നടപ്പിലാക്കുന്നോ എന്ന് ചോദിച്ചു. അവർക്ക് വേറെ ആരോടും കൺസൾട്ട് ചെയ്യാൻ പോലും പറ്റില്ല. അവർ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങൾ ജയിലിലോട്ടില്ല, നിയമം നടപ്പിലാക്കിയേക്കാവെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞേച്ചാണ് എന്നെ വിളിച്ച് വിവരം പറയുന്നത്. അപ്പോൾ അവരെയും കുറ്റപ്പെടുത്താനൊക്കത്തില്ല. ജയിലിലേക്ക് വിടാൻ പോകുന്ന സമയത്ത് പിന്നെ ചെയ്യാൻ പറ്റുമോ? അപ്പം ഞാൻ ആലോചിച്ചപ്പം ഇവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കുക, മുട്ടുമടക്കുക, അതേതായാലും പറ്റുകയില്ല എന്ന് വെച്ചിട്ട് പിന്നെ സ്റ്റേറ്റ് ലോട്ടറി കൂടെ നിരോധിച്ചു. അന്നേരം ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസ്റ്റീജ് ഇവരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമാണ് ഞാൻ ആലോചിച്ചത്. പക്ഷെ അതിവിടെ ഈ സ്റ്റേറ്റ് ലോട്ടറി നിരോധിച്ചത് ഇവിടുത്തെ ഈ വിതരണക്കാർ, ഗവൺമെൻറ്റിൻ്റെ വരുമാനമാണ് നമ്മൾ നോക്കുന്നത്. വരുമാനം പോട്ടെ എന്ന് വെച്ചു, അത് ഗവൺമെൻറ്റിന് സഹിക്കാൻ പറ്റും. പക്ഷേ ഇത് വിറ്റ് ജീവിക്കുന്ന ധാരാളം അംഗവൈകല്യമുള്ളവർ, വേറെ ഒരു ജോലിക്കും പോകാൻ പറ്റാത്ത ആളുകൾ, അവരുടെ ഉപജീവന മാർഗ്ഗമായത്. അത് ഉണ്ടാക്കിയ ബുദ്ധിമുട്ട് വല്ലാതെ വേദനിപ്പിച്ചു. ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ ആ തീരുമാനം പിൻവലിച്ചു. എന്നാലും ഞാൻ എടുത്ത തീരുമാനം ഈ ഒരു
വാശിക്ക് ചെയ്തതാണ്. എന്നാലും അതൊരു തെറ്റായ തീരുമാനമായിരുന്നു. അന്നേരം പിൻവലിച്ചു. ഇപ്പോൾ ഒരു കൂട്ടത്തിലൊരു ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും ഇപ്പോൾ സാറിൻ്റെ മകനോട് ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ അപ്പയെ ഒന്ന് ഉപദേശിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ, പക്ഷേ പ്രത്യേകിച്ച് ഈ സ്ട്രെയിൻ എടുക്കുന്ന കാര്യത്തിൽ നമുക്കെല്ലാം ഫാമിലിക്ക് മൊത്തം ടെൻഷനുണ്ട്. ഇത്രയും ഒരു സ്ട്രെയിൻ എടുക്കുന്നതിനോട് ഞങ്ങൾക്ക് ആർക്കും യോജിപ്പില്ല. അപ്പോൾ പരമാവധി ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നന്നാവുന്നില്ല, കാര്യമില്ല. പക്ഷെ അങ്ങനെ സാറിന് അങ്ങനെ ഒരു അസുഖങ്ങളൊന്നും കാര്യമായിട്ടൊരു അസുഖമില്ലാത്ത ഒരാളായിട്ടാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അസുഖമില്ല, പക്ഷേ 17-18 മണിക്കൂർ കണ്ടിന്യൂസ് ഡെയിലി ഇതാണ് ഷെഡ്യൂള്. രാത്രി 11 മണിക്ക് വരിക, 1 മണി വരെ ഫയൽ നോക്കുക, 5 മണിക്ക് എണീച്ച് വീണ്ടും ഫയൽ നോക്കുക, 7 മണി തൊട്ട് ആളെ കാണുക, അങ്ങ് പോകുന്നു. അപ്പോൾ സാർ എപ്പോഴും ഉറങ്ങുന്നത്? ഉറക്കം വളരെ കുറവാണ്. അതാണ് 1 hour 2 hour 3 hour അങ്ങനത്തെ ഇതിലോട്ട് അങ്ങ് പോവാണ്. എന്തോ ആ ബോഡി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജനസമ്പർക്കത്തെ 20-22 hours ഒക്കെ നിൽക്കുക ഒറ്റയടിക്കുക. അതൊക്കെ ഭയങ്കര ജനസമ്പർക്കം 1 day affair അല്ലെങ്കിൽ മാക്സിമം 14 days. പക്ഷേ ഡെയിലി ഇതാണ് റുട്ടീൻ. അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് കൺസേൺ ഉണ്ട്. അപ്പം മാക്സിമം ഞങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുന്നുണ്ട്, പക്ഷേ അത് കേൾക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തെങ്കിലും പൊടിക്കായി എന്തെങ്കിലും ചെയ്യേണ്ടി വരും. യൂഷ്വലി പൊതുവേ ഈ രാഷ്ട്രീയ രംഗത്ത് പത്രത്തിൽ ഫോട്ടോ വരാൻ ഇടി ഭയങ്കരമായിട്ടുള്ളൊരു മേഖലയാണ് രാഷ്ട്രീയം. ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഇത്തവണ പുതുപ്പള്ളിയിലെ എലക്ഷൻ കഴിഞ്ഞ ഉടനെ UDF വിജയിച്ചു. അപ്പം പത്രക്കാരെല്ലാം ഉണ്ട്, അപ്പം ഫോട്ടോ എടുക്കുകയാണ്. അപ്പം പലരും ഇടിച്ചു നിന്ന കൂട്ടത്തിൽ മുൻപന്തി നിന്ന സ്ഥിരം ആൾക്കാർ കുറച്ച് വെളിയിലായിപ്പോയി. അവർക്കാകെ വിരോധം വന്നിട്ട് നീറിൻ്റെ കൂടെടുത്ത് ഇടയ്ക്കിട്ട് അപ്പം ഉൾപ്പെടെ എല്ലാവരെയും കടിച്ചു. എന്നാലും കുഴപ്പമില്ല, അവർ നിൽക്കണ്ടെന്നുള്ളതാണ്. അതുപോലെ ഇനി അങ്ങനെ എന്തെങ്കിലും പൊടിക്കൈ ചെയ്യേണ്ടി വരും. ചെറിയ അബദ്ധം പറ്റി. ആലപ്പുഴ പോയപ്പം ഈ ജനസമ്പർക്കം 4 മണിക്ക് കഴിഞ്ഞു, 5 മണിക്ക് വന്നു, 6:30 കിടന്നു, 6:30 എണീച്ചു, 6:30 തന്നെ പോയി. ഞാൻ അറിഞ്ഞില്ല, 6:30 പോയി. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ഒരു പനി വരണമെന്ന് പ്രാർത്ഥിച്ചു അപ്പയ്ക്ക്. പക്ഷെ എനിക്ക് അന്ന് തന്നെ എനിക്ക് പനി പിടിച്ചു. അത് ഞാനത് പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്കൊരു പനി പിടിച്ചു, ഇതൊരു മാറിയിട്ടില്ല. അല്ല, സാറിൻ്റെ ഈ അധ്വാനത്തിൻ്റെ ആ ഒരു ലഹരി തീർച്ചയായിട്ടും ഒരു വലിയൊരു മാതൃകയാക്കേണ്ടത്. അതൊന്നും ഒരു സാധാരണ ഇത് അതിപ്പം പിന്നെ എങ്ങനെയാ ശക്തി കിട്ടുന്നു എന്നറിയത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല. കാരണം ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് അവരുടെ ആവശ്യങ്ങളും അവരുടെ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതിൽ സംതൃപ്തിയും. ഇപ്പം പിന്നെ പൊതുപ്രവർത്തനത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്താ? നമുക്ക് സംതൃപ്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് പേരെ സഹായിക്കാൻ സാധിക്കുന്നു, അവരുടെ ബുദ്ധിമുട്ടുകൾക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അതുതന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മറ്റുള്ളവർക്കിതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. എന്തായാലും വലിയ സന്തോഷം, കാരണം എല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടിയിൽ കൂട്ടത്തിലൊരു ചോദ്യം സാർ. ഇപ്പോൾ സാറിൻ്റെ ഈ തിരക്കിനിടയിൽ ഇപ്പോൾ ഏകദേശം ഈ സമാഗമം എന്നുള്ള പരിപാടി 1 മണിക്കൂറോളം ഉണ്ടാവും. ഈ പരിപാടി കാണാൻ സാറിന് സമയം ഉണ്ടാവും? 1 മണിക്കൂർ. നമുക്കൊരു ക്ലിപ്പിംഗ് കൂടി ഉണ്ട് സാർ, അത് കണ്ടിട്ട്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വിരലെണ്ണാവുന്ന വ്യക്തികളിൽ ഒരാളാണ് ശ്രീ ഉമ്മൻചാണ്ടി. രാഷ്ട്രീയത്തിൽ പിച്ച വെച്ച് കളിക്കാൻ എനിക്ക് എല്ലാ പ്രോത്സാഹനവും നൽകിയ വ്യക്തിയും ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞാൻ സ്വീകരിച്ച ഒരു നിലപാടിൻ്റെ ഭാഗമായി അദ്ദേഹത്തിനെതിരെ പുതുപ്പള്ളിയിൽ എനിക്ക് മത്സരിക്കേണ്ടി വന്നു. അതേസമയം 70-ൽ ശ്രീ ഉമ്മൻചാണ്ടി അവിടെ മത്സരിച്ചപ്പോൾ ഞാൻ മൈക്ക് അനൗൺസ്മെൻറ്റുമായി നടന്ന വ്യക്തിയാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയെ ഞാൻ ഇപ്പോഴും വളരെയേറെ ബഹുമാനിക്കുന്നു. പാവങ്ങളോട് കരുണയുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട്. ഏതായാലും നമ്മുടെ സമയം തീരാറായി എന്നാണ് എനിക്ക് തോന്നുന്നത് സാർ. നമുക്ക് ഏതായാലും ഇത്രയും നേരം സാറിൻ്റെയും കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് ഒരുമിച്ച് കൂടി ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഞാൻ എല്ലാവരോടും നന്ദി. സന്തോഷം, വളരെ സന്തോഷം.